ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തെ കണ്ണമൂല സമീപമാണ് കേട്ടോ. കണ്ണമൂല ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പം വലത്തോട്ട് കിടക്കുന്ന റോഡ് അയ്യങ്കാളി റോഡ്. ആ റോഡ് നമ്മൾ വരുന്നത് ഈ ആമയഴിഞ്ചൻ തോടിൻ്റെ തീരത്തൂടെയുള്ള ആ റോഡിലൂടെയാണ്. ശരിക്കും ഇപ്പോൾ നമുക്കിവിടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഒരു വെനീസാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ആ രീതിയിലാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ഇങ്ങനെ സൈഡ് വാൾ കെട്ടി ഇനി നമുക്കിതിൻ്റെ ഡ്രഡ്ജിങ് പൂർത്തിയാക്കി ഇതിനകത്തൂടെ ബോട്ട് വരുന്ന രീതിയിലേക്ക് ഇപ്പോൾ വളർത്തിയെടുക്കുന്നുണ്ടാവും. രണ്ട് സൈഡിൽ റോഡ് വരുന്നുണ്ടാവും കേട്ടോ. ഞാൻ അങ്ങോട്ട് കാണിച്ചേ. നമുക്ക് ഈ തോടിൻ്റെ രണ്ട് വശങ്ങളിലും റോഡ്, അതുപോലെ തന്നെ അകത്തൂടെ ബോട്ട്, നമ്മുടെ ആക്കുളം കായലിൽ നിന്നെല്ലാം ബോട്ട് ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഡംപിങ് എല്ലാം, വേസ്റ്റ് ഡംപിങ് എല്ലാം നല്ലതുപോലെ അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് റെഡിയായി വരുമ്പോൾ നല്ലൊരു അടിപൊളി ലൊക്കേഷനാവും. നമുക്കിതിൻ്റെ തീരത്തായിട്ട് ഈ റോഡിൻ്റെ കരയിൽ ഏകദേശം ഒരു ഏക്കർ വരുന്ന സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കും. അതായത് 2.5 സെൻറ്റ് തൊട്ട് മേളിലേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അത് നല്ലൊരു പ്രൈസിന് വാങ്ങാം. നിങ്ങൾക്ക് സെൻറ്റിന് 11 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. വാ, ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. ചുറ്റിലും ഒത്തിരി വീടൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരു എങ്ങനെയാ വെച്ചാൽ നമുക്ക് സിറ്റിയുടെ ഒരു ഹൃദയഭാവം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് സിറ്റിയിലേക്ക് എവിടെ പോകാനാണെന്നുണ്ടെങ്കിലും, അതായത് നമ്മുടെ സിറ്റിക്ക് അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും, ഇനി NH സൈഡിൽ നമ്മുടെ ബൈപ്പാസ് ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ അടുത്താണ്. എയർപോർട്ടൊക്കെ ഇവിടെ നിന്ന് നമുക്കൊരു 10 മിനിറ്റിനകത്തുള്ള ഡ്രൈവിൽ എയർപോർട്ടിലേക്ക് എത്താം. ഇപ്പോൾ എയർ ഡിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ ലുലുവിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു 3 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് റോഡ് മാർഗേന പോകുമ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കും അതിനകത്തുള്ള സമയം. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് അങ്ങോട്ടുള്ള, അതായത് സിറ്റിക്ക് അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ അടുത്താണ്, പെട്ടെന്ന് എത്തിച്ചേരാവുന്ന രീതിയിലാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതും ഇവിടുത്തെ പ്രൈസ് വന്നിട്ട് നല്ലൊരു പ്രൈസാണ് കേട്ടോ. ഇനി നമുക്കിവിടുത്തെ ഈ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ്, അതായത് ഈ തോടിൻ്റെ ചുറ്റുമുള്ള നവീകരണ പ്രവർത്തനങ്ങളെല്ലാം കഴിയുമ്പോൾ ഇവിടുത്തെ വില എന്തായാലും ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം. 2.5 സെൻറ്റ്, അതായത് നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു 25 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഹൗസ് പ്ലോട്ട് വാങ്ങാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഈ പ്ലോട്ടിൻ്റെ ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്കെച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ആവശ്യമുള്ള പ്ലോട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാം. ഈ 2.5 എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഈ 1 ഏക്കർ ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇതിന് 2 വശത്തും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ നമ്മൾ ഈ കാണിച്ചതുപോലെ തോടിൻ്റെ കരയിൽ കൂടെ അടുത്തൊരു റോഡുണ്ട്. അവിടെ ആ ഷീറ്റ് ചെയ്തേക്കുന്നുണ്ടോ, ആ ബൗണ്ടറി ചെയ്തേക്കുന്നതിൻ്റെ സൈഡിലൂടെയും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും. അപ്പോൾ 2 വശത്തു നിന്ന് റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിക്കാൻ പറ്റും. എന്തായാലും ഞാൻ അതിൻ്റെ സ്കെച്ചും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ. ആ കൂടെ 1 ഏക്കറേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് പ്ലോട്ടുകളേ ഉള്ളൂ. പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വന്തമാക്കാം. താല്പര്യമുള്ളവർ വേഗം വിളിച്ചോ.